പാലസ്തീനികൾക്ക് വിവരം വെച്ചു. ഗാസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അവരൊരു കൂറ്റൻ പ്രകടനം നടത്തി. ഇങ്ങ് കേരളത്തിൽ ഹമാസിനെ അനുകൂലിച്ച് നാടകം കളിക്കുന്നു, പ്രകടനം നടത്തുന്നു, സംഗമം സംഘടിപ്പിക്കുന്നു. കേരളത്തിന് എന്താണ് സംഭവിച്ചത്? കേരളം എന്നാണ് ഇനി സത്യം തിരിച്ചറിയുന്നത്? കേരളം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇതൊരു ആഗോള പ്രശ്നമാണ്. ഇതൊരു ആഗോള പ്രശ്നത്തിൽ ആദ്യമായിട്ടാണ് ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരെ, അതായത് അവരുടെ ഭരണകൂടത്തിനെതിരെ ഗാസയിലെ അല്ലെങ്കിൽ പാലസ്തീനിലെ ജനങ്ങൾ തിരിയുന്നത്. നോക്കൂ, ഷേക്സ്പിയറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, ഫാൾസ് സ്റ്റാഫ്. അത് ഫാൾസ് സ്റ്റാഫ് എന്നല്ല അതിൻ്റെ പേര്, ഫാൾസ് സ്റ്റാഫ് എന്നുള്ള ഒരൊറ്റ പേര്. അപ്പോൾ യുദ്ധം എങ്ങനെ ജയിക്കണമെന്ന് രാജാവ് എന്നോട് അദ്ദേഹം ഉപദേശം കൊടുക്കുകയാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴേക്കടയിൽ ഉള്ള ആൾക്കാരെ നേരെ യുദ്ധത്തിൻ്റെ മുന്നണിയിലേക്ക് വിടുക. ബാക്കിയുള്ള നിങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കൊട്ടാരങ്ങളിൽ തന്നെ ഇരിക്കുക. അപ്പം ചാവുകയാണെങ്കിൽ അവരങ്ങ് ചാവും. കുറേ പേരെ കൊന്നു കഴിയുമ്പോൾ അവരുടെ ആയുധങ്ങളെല്ലാം അതിൻ്റെ മൂർച്ച പോവും. ഇത് തോക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണിത്. അവർ പിന്നെ മടുത്ത് അവർ യുദ്ധം അങ്ങ് നിർത്തിക്കോളും. നിങ്ങൾ പിന്നെ ജയിച്ച് ജയഭേരി മുഴുക്കി യുദ്ധക്കളത്തിലേക്ക്, ചോരക്കളത്തിലേക്ക് പോയാൽ മതി എന്നൊരു ഉപദേശം കൊടുക്കുന്നു. ആ രീതിയിൽ എന്ന് പറയുന്നത് പോലെയായിരുന്നു ഹമാസിൻ്റെ നയം. യുദ്ധക്കളത്തിൽ കുരുതി കൊടുക്കാൻ വേണ്ടി കുട്ടികളെ, രോഗികളെ, അഭയാർത്ഥികളെ, അവരുടെ പാവപ്പെട്ട യാതൊരു സായുധ അഭ്യാസവും ശീലിച്ചിട്ടില്ലാത്ത ആൾക്കാരെ ഒക്കെ വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട്, കഴുകന്മാർക്ക് ശവങ്ങൾ കൊടുക്കുന്നത് പോലെ, കഴുകന്മാരെ വളർത്തുന്നവരും ഉണ്ടല്ലോ, അങ്ങനെ ശവങ്ങളെ എറിഞ്ഞു കൊടുത്ത് തീറ്റുന്നത് പോലെ, കൊല്ലാൻ വേണ്ടി ബ്രോയിലർ കോഴികളെ വളർത്തുന്നത് പോലെ അവരെ വളർത്തിക്കൊണ്ട് അവരുടെ സംരക്ഷകരാണെന്ന് ചമയുകയായിരുന്നു ഇതുവരെ. അവർ സുരക്ഷിതമായ അകലങ്ങളിലും ആഴങ്ങളിലും, ഭൂമിക്കടിയിൽ, ആദ്യം ടണലുകളിൽ, തുരങ്കങ്ങളിൽ, അതുപോലെ തന്നെ ഖത്തറിൻ്റെ അവിടെ ആഡംബര ജീവിതത്തിൽ വലിയ വലിയ കാറുകളിൽ, പോഷ് കാറുകളിൽ, കൊട്ടാര സദൃശ, അതെ, നമ്മൾ കണ്ടതാണത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അവിടുന്ന് ഒരാൾ ഇറാനിൽ രഹസ്യമായിട്ട് അവിടുത്തെ യുദ്ധമുന്നണിയുടെ അണ്ടർഗ്രൗണ്ടിൽ പോയപ്പോൾ അവിടിട്ടാണ് ഇസ്രയേൽ ടാർഗറ്റഡ് കില്ലിങ്, പ്രിസൈസ് കില്ലിങ് നടത്തിയതെന്ന് നമ്മൾ കണ്ട ചരിത്രത്തിൻ്റെ ഭാഗമാണിത്, വാർത്തയുടെയും ഭാഗമാണ്. അപ്പോൾ ആ രീതിയിൽ അവർ ഒളിച്ചിരിക്കുകയും ഇസ്രായേൽ സൈനികരുടെ ആയുധങ്ങളിൽ നിന്ന് നിശ്ചിതമായ അകലം പാലിച്ച് സുരക്ഷിതമായിട്ടിരിക്കുകയും ഇസ്രായേലിനെതിരെ ആഗോള മാധ്യമങ്ങളിലൂടെ പ്രചാരണം വൻതോതിൽ ബ്ലിറ്റ്സ് ക്രീഗ് പോലെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുവരെ അവരുടെ അനുയായികൾ അവർക്കെതിരെ തിരിഞ്ഞിട്ടില്ല. അവരെ ദൈവങ്ങളെ പോലെ ആരാധിക്കുകയും, ഇപ്പം നസറുള്ള എന്ന് പറയുന്ന ആളിനെ ലെബനനിൽ സംസ്കരിച്ച സമയത്ത് എത്രയോ ലക്ഷം പേരാണ് അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കുകയും കണ്ണീരൊഴുക്കിയും കൊണ്ട് കൂടി നിന്നത്. നമ്മൾ ആ ചിത്രങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇത് ലോകമെങ്ങുമുള്ള ഈ പലസ്തീനിയൻ മുന്നേറ്റത്തിൻ്റെ ഒരു ചിത്രമായിട്ട് എല്ലാ പത്രങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യൻ പത്രങ്ങൾ, ഒന്നാം പേജിൽ തന്നെ പ്രസിദ്ധം ചെയ്തു. അതേസമയം അതേ ഒന്നാം പേജിൽ തന്നെ പലസ്തീനിലെ കുട്ടികൾ, സുന്ദരന്മാരായ കുട്ടികളാണ് അവർ, അറബ് വംശജരാണ്, ആര്യൻ ഗോത്രവും ആര്യൻ രക്തമുള്ളവരാണ്. ആ സുന്ദരമായ കുട്ടികൾ മരിച്ചു നിൽക്കുന്നത് അവരുടെ അച്ഛനും അമ്മയും എടുത്ത് പിടിക്കുന്ന ചിത്രങ്ങൾ അവർ കാണിച്ചു. ഇതിന് ഉത്തരവാദി ആരാണ്? ഈ യുദ്ധത്തിൻ്റെ ഉത്തരവാദി ആരാണ്? ആരാണിത് തുടങ്ങി വെച്ചത്? ഹമാസുകാർ. അത് മറക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആരാണ്? ഇവരെ കൊല്ലിച്ചുകൊണ്ട് ലോകത്തെ കരയിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരായിട്ടുള്ള വികാരം ഇളക്കി വിടുന്ന PR, പബ്ലിക് റിലേഷൻസ് ബ്ലിറ്റ്സ് ക്രീഗ് നടത്തുന്നത് ആരാണ്? ഹമാസ്. അവരല്ലേ യഥാർത്ഥ പ്രതികൾ? അതെ. വില്ലന്മാർ? അതെ. ഒഥല്ലോ അല്ലല്ലോ, ഡെസ്ഡിമോണയെ കൊന്നതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വില്ലനായ ഇയാഗോ പറഞ്ഞു വരുത്തിയ നുണയല്ലേ അത്? ആ കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് പറയുന്ന പോലെ ഹമാസിൻ്റെ നുണ ബോംബുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഗീബൽസിനെ പോലെ നുണകൾ പറഞ്ഞുകൊണ്ട് അവിടെ കുട്ടികളെ കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇസ്രായേൽ വാസ്തവത്തിൽ ഇരകളാണ്. അവരുടെ 50 ബന്ധികൾ ഇന്നും പാലസ്തീൻ തടവറകളിൽ പെട്ട് യുദ്ധവുമായിട്ടൊരു ബന്ധവുമില്ല. അവിടെ ഇല്ല. ജനാധിപത്യ രാജ്യമാണ്. യുദ്ധത്തിനെതിരെ നിന്നവരാണ്. ലോകത്ത് യുദ്ധം വേണ്ട എന്നും പണ്ടേ പറഞ്ഞിരുന്നവരാണ്. ഇസ്രായേലിൽ എപ്പോഴും പ്രകടനങ്ങൾ നടന്നിരുന്നു. നമുക്ക് ഈ യുദ്ധം വേണ്ട, നമുക്ക് ബന്ധികളെ മാത്രം മതി, യുദ്ധത്തിനെതിരെ എപ്പോഴും പ്രകടനം നടത്തുന്നു, ഇപ്പോഴും പ്രകടനം നടത്തുന്നുണ്ട്. അതേസമയം ഒരിക്കൽ പോലും പാലസ്തീനിൽ നിന്ന് ഇത്രയും ദുരന്ത ഭൂമിയായിട്ടും ഒരാൾ പോലും, ഒരു കുട്ടി പോലും, ഒരു പെൺകുട്ടി പോലും, ഒരാൺകുട്ടി പോലും ഇന്നുവരെ പറഞ്ഞിട്ടില്ല യുദ്ധം വേണ്ട, നോ വാർ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു നോ വാർ.
ഹമാസ് പോകണം, ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, ഞങ്ങൾ മരിക്കാൻ വേണ്ടി മനസ്സില്ല, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് അവർ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നു. കാരണം ഇത്രയും കുട്ടികളെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മനുഷ്യത്വം നൊമ്പരപ്പെട്ടിരിക്കുന്നു. ആദ്യമായിട്ട് മതത്തിൻ്റെ ബലിപീഠത്തിൽ അൾത്താരയിൽ സ്വന്തം ജീവൻ അർപ്പിച്ച അവരിപ്പോൾ തിരിച്ചറിവിൻ്റെ പുത്രന്മാരും പുത്രികളുമായിട്ട് പുതിയ ബോധോദയം പാലസ്തീനിൽ ഉദിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം പുതിയ സൂര്യോദയം, സമാധാനത്തിൻ്റെ സൂര്യോദയം ഈ പാലസ്തീൻ മരുഭൂമികളിൽ ഇനി വരാനിരിക്കുന്നു എന്ന് പുതിയ തലമുറ മാറി ചിന്തിരിക്കുന്നു. അവിടെ ഒരു നവഭാവുകത്വം ഉത്ഭവിച്ചിരിക്കുന്നു. അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഇസ്രായേലിലെയും അതുപോലെ തന്നെ പാലസ്തീനിയിലെയും യുദ്ധവിരുദ്ധരായ ജനങ്ങളുടെ ഒരു സുസംഘടിതമായിട്ടൊരു പ്രസ്ഥാനം വന്നിട്ട് സാർ, അവിടെ പാലസ്തീനിൽ സമാധാനത്തിൻ്റെ സൂര്യൻ ഉദിച്ചു, അവിടെ യുദ്ധം അവസാനിച്ചു. പക്ഷെ ഇങ്ങ് കേരളത്തിൽ മറിച്ച് സംഭവിക്കുകയാണോ? ഇവിടെ ഈ ഹമാസ് അനുകൂല പ്രകടനവും ഹമാസ് അനുകൂല നാടകവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ് സാർ? എനിക്ക് അക്കാര്യത്തിൽ ശശി തരൂർ പറയുന്നതേ പറയാനുള്ളൂ. തീർച്ചയായും കേരളവും 20-ാം നൂറ്റാണ്ടിലേക്കും 21-ാം നൂറ്റാണ്ടിലേക്കും പോകും. പക്ഷേ അത് പോകുന്നത് 22-ാം നൂറ്റാണ്ടിലും 23-ാം നൂറ്റാണ്ടിലുമായിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഈ തിരിച്ചറിവ് കേരളത്തിലെ CPM-നും അവരുടെ ഇസ്ലാമിക പ്രീണന നയങ്ങൾക്കും ഉണ്ടാവും. നോക്കൂ, കുംഭമേളയെപ്പറ്റി ഇപ്പോഴും അവരുടെ ചാനലുകളിൽ കൂടി എന്തുകൊണ്ടാണ് പറയുന്നത്? എല്ലാ കളങ്കങ്ങളും മോദി കുംഭമേളയുടെ മാലിന്യജലത്തിലൊഴുക്കി എന്നുള്ളതാണ് പറയുന്നത്. മാലിന്യജലത്തിലൊഴുക്കി. എപ്പോഴെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ജോർഡാൻ നദിയിലൊഴുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അവിടെ പോയി വിശുദ്ധ ഹജ്ജിലൊഴുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയാനുള്ള ചങ്കൂറ്റം നാവ് പൊങ്ങുകയില്ല. കാരണം എന്താണ്? നാവ് പിന്നെ പൊങ്ങുകയില്ല. കാരണം എന്താണ്? കഴുത്ത് പിന്നെ തല ഉണ്ടാവില്ല. ശരീരത്തിന് മുകളിൽ ശരീരത്തിനെ തലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നാണല്ലോ കഴുത്ത്, അതുണ്ടാവില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് എന്തും പറയാൻ പറ്റിയ ഒരു മതം, അതിനെക്കുറിച്ച് എന്തു പറഞ്ഞാലും ഒരു നടപടിയും ഉണ്ടാവത്തില്ല. അതേസമയം നൂപർ ശർമ്മ പറഞ്ഞു, ഖുറാനിലെ ഏതോ ഒരു ഭാഗം ഉദ്ധരിക്കുകയായിരുന്നു, അവരിന്ന് ലോകമെമ്പാടും എതിർപ്പ് വന്നു, ഇന്ത്യയിലും എതിർപ്പ് വന്നു, ഒരു നിമിഷം പോലും അവരെ ജീവിച്ചേക്കില്ല, കൊല്ലും. മാറ്റി നിർത്തി. അല്ല, ഫത്വ. ഇപ്പോഴും അവരുടെ ജീവന് ഭീഷണിയുണ്ട്. ഏത് നിമിഷവും സൽമാൻ റുഷ്ദി ആക്രമിക്കപ്പെടുന്നത് പോലെ, തസ്ലിമ നസ്രീൻ ആക്രമിക്കപ്പെടുന്ന പോലെ അവർ ആക്രമിക്കപ്പെടാം. പക്ഷേ ഇവിടെ നോക്കൂ, ആ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഉണ്ടല്ലോ ഏഷ്യാനെറ്റിലെ, എന്തെങ്കിലും ഹാനി സംഭവിച്ചിട്ടുണ്ടോ? അവർ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് കൂടുതൽ ആവേശഭരിതയായിട്ട് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും അവരുടെ ചാനൽ ഇത് കൂടെ പറഞ്ഞു തരട്ടെ, അവരുടെ ചാനൽ അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം സനാതനധർമ്മവും സെമിറ്റിക് ധർമ്മവും തമ്മിലുള്ള. സർ, ഈ സഹിഷ്ണുതയാണോ ഈ ഹമാസ് നാടകം അരങ്ങേറാനും ഹമാസ് അനുകൂല പ്രകടനം നടത്താനും പ്രേരണയാകുന്നത്, പ്രോത്സാഹനമാകുന്നത്? മനസ്സിലായില്ല ചോദ്യം. അതായത് സാർ, ഇത്തരത്തിലുള്ള ഒരു സഹിഷ്ണുത നമ്മുടെ നാട്ടിൽ നിപ്പുണ്ട്. ഈ പറയുന്നത് പോലെ കുംഭമേളയെ ആക്ഷേപിക്കാം, ഹിന്ദുക്കളെ ആക്ഷേപിക്കാം, സനാതന ധർമ്മത്തെ ആക്ഷേപിക്കാം. പക്ഷേ ഈ പറയുന്നത് പോലെ സെമറ്റിക് മതങ്ങളെ തൊടില്ല, അതിനെ സ്പർശിക്കില്ല. ഈ ഒരു പ്രവണത, ഒരു സംസ്കാരം, ഒരു സഹിഷ്ണുത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതാണോ ഇവിടെ ഈ ഹമാസ് അനുകൂല നാടകം നടത്താനും അതുപോലെ ഹമാസിനെ അനുകൂലിച്ച് പ്രകടനം നടത്താനും ഒക്കെ പ്രോത്സാഹനം കൊടുക്കുന്നത്? ഈ ഒരു സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായ സഹിഷ്ണുത കൊണ്ട് വലിയ അളവിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. എല്ലാ അമ്പലങ്ങൾക്കും അടിയിൽ എല്ലാ അമ്പലങ്ങളും ഭഗ്ന അവശിഷ്ടങ്ങളായി മാറി, അതിനു മുകളിൽ പള്ളികൾ വന്നു എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗങ്ങളെ കാലുരച്ച് കഴുകാനുള്ള ബലിത്തറയായിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം സഹിച്ചുകൊണ്ടും ഈ മതം നിന്നല്ലോ. ബാബർ മുതൽ ഔറംഗസീബ് വരെയുള്ള ക്രൂരന്മാരായ ഭരണാധികാരികളുടെ ശിക്ഷണത്തിന് മുന്നിൽ ഒരു തകരാറും സംഭവിക്കാതെ നിന്നല്ലോ. പക്ഷേ ഈ ധർമ്മമില്ലായിരുന്ന ഇൻകാ മതക്കാർക്ക് അവർക്കൊന്നും സഹിഷ്ണുതയില്ല. സെമിറ്റിക് മതങ്ങളിൽപ്പെട്ട മറ്റു മതങ്ങൾക്കോ പിടിച്ചു നിൽക്കാനായോ? ഇൻക, മയോ, അതുപോലെ തന്നെ റെഡ് ഇന്ത്യൻ സംസ്കാരം, മാസിഡോണിയൻ സംസ്കാരം ഇന്നിവിടെ, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം ഇന്നിവിടെ. ആ സംസ്കാരങ്ങളൊക്കെ മണ്ണടിഞ്ഞു പോയിട്ടും ഇത്രയൊക്കെ അനുഭവിച്ചുകൊണ്ടും പിടിച്ചു നിൽക്കുക മാത്രമല്ല, ഇങ്ങോട്ട് അധിനിവേശം നടത്തിയവരെ കൂടുതൽ മാനവികതയുള്ളവരാക്കി മാറ്റി എന്ന് കാൾ മാർക്സ് തന്നെ പറഞ്ഞു. ഈ മതത്തെപ്പറ്റി ലോകത്ത് വേറൊരു മതത്തെപ്പറ്റി ഇത്ര പ്രകൃതിയോടുകൂടി സംസാരിച്ചിട്ടില്ല. മതം മയക്കുമരുന്നാണെന്ന് പറഞ്ഞ കാൾ മാർക്സ്. അതുകൂടി നമ്മുടെ ഈ സഖാക്കൾ ഓർത്താൽ ഇടതുപക്ഷ
അഭിമാനം നടത്തുന്ന നമ്മുടെ കേരളത്തിലെ അവരുടെ തണലിലാണ് ഈ നാടകവും പ്രകടനവും ഒക്കെ അരങ്ങേറുന്നത്. ആ മാധ്യമപ്രവർത്തകർ അത്രയും കൂടി വലിയ ആഴമൊന്നും വേണ്ട, അത്രയെങ്കിലും ഉപരിപ്ലവമായവരുടെ അറിവിൻ്റെ പരിധിയിൽ ഇതും കൂടി പെട്ടാൽ അവർക്ക് കൊള്ളാം, സൂക്ഷിച്ചാൽ കൊള്ളാം. ഹിന്ദു മതത്തിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇവരൊക്കെ ഇതിനേക്കാൾ വലുതാണല്ലോ ഔറംഗസീബും അതുപോലെ തന്നെ ബാബറും അതുപോലെ ക്രൂരരായ ഭരണാധികാരികളും ഒക്കെ. അവരെയൊക്കെ അതിജീവിച്ച് മാപ്പിള ലഹളയെ അതിജീവിച്ച് നിലനിൽക്കാമെങ്കിൽ ആ മതത്തിന് ഇവരെയും അതെ അതിജീവിക്കാൻ ഹമാസ് പിന്തുണയ്ക്കുന്നു. ഹമാസ് ഭക്തർ ഒരു നമുക്കൊരു വെല്ലുവിളിയേ അല്ല എന്നുള്ളതാണ് എൻ്റെ സനാതനമായിട്ടുള്ള സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.